75 rupees. 75 rupee തൊട്ട് Unstitched material. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഷെൽമിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇതേ ഉള്ളൂ പറയാൻ എല്ലാവർക്കും. അത് ശരി, നൈറ്റിന്ന് തുടങ്ങിയ നൈറ്റി ഉണ്ട്. നല്ല കേരളത്തിലോട്ട് പോകുന്ന ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് ഇത്. അജ്ര കോട്ടൺ എന്ന് പറയുന്നത്. ഇടുമ്പോഴാണ് അതിന്റെ ഒരു സൗന്ദര്യം അറിയുന്നത്. ഇതൊക്കെ 500ന്റെ ഉള്ളിലുള്ള കളക്ഷൻ ഇത് 550 500 पूरा അത്രേ ഉള്ളൂ. അത് കൂടുതലില്ല. തുണി വർക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ദാ അടിയിലൊക്കെ ലൈനിങ് ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ ലൈനിങ് ഉണ്ട്. വിത്ത് ലൈനിങ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇത് cambric cotton, pure cambric cotton. ഇത് നല്ലതാണെങ്കിൽ റേറ്റും 75 में कट कम आता है 2 मीटर. ഇതിന്റെ വർക്ക് നോക്കിയേ, നന്നായിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിനി എൻ്റെ വീട്ടിലൊന്നല്ല ഇങ്ങനെ സോഫയിൽ ഇരിക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ അതാ ഇതുപോലെ സോഫയിൽ ഇരുന്നിട്ടാണ് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് എവിടേക്കാണ് നമ്മൾ വരുന്നത്? സാധാരണ സൂറത്ത് അല്ലെങ്കിൽ ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ ഗുജറാത്തിലുള്ള സൂറത്ത് എന്നാണ് ക്ലോത്തിൻ്റെ ഹബ്ബ് എന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ പേര് പറയണ്ട, കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ. വരൂ ഇരിക്കൂ. ഹായ്, സുഖം, എന്താണ് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സാരിയുടെ ഒക്കെ വീഡിയോകള് ആൾക്കാർ കണ്ട് കുറെ റെസ്പോൺസ് ആണ്. എല്ലാവർക്കും ലൈഫ് വിത്ത് ഷെൽമി ആ ഒരു കാര്യമേ ഉള്ളൂ പറയാൻ. ഓക്കെ, ഷെൽമിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇതേ ഉള്ളൂ പറയാൻ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അതിന് എന്റെ ഭാഗത്തുനിന്ന് ഒരു താങ്ക് യു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇവിടെ. തീർച്ചയായിട്ടും പുള്ളിക്കാരത്തിയുടെ സപ്പോർട്ട് ഉണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് ഞങ്ങളുടെ നിയമാവാരി നിലനിൽക്കുന്നത്. അല്ല, പിന്നെ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ എത്താന്ന് പറയണത് നിങ്ങൾ വിചാരിക്കും സിമ്പിൾ ആണെന്നുള്ളത്, പക്ഷെ അല്ല, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഓരോന്നോരോന്ന് കേരളത്തിൽ നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം. പിന്നെ നമ്മുടെ ആ ഒരു സ്ട്രഗിൾ തന്നെയാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ പൈസ കൊടുത്താ നടക്കുന്ന കാര്യം. അപ്പൊ എന്റെ ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റില്ല. എനിക്ക് 4 മക്കളുണ്ട്, അവരെ കണ്ടിട്ട് കാലം കുറയായി. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പർച്ചേസിംഗിന്റെ കാര്യം. ഇത് നമ്മുടെ അനൂപാണ്. ഇത് നമ്മുടെ ഈ കൈയാണോ കൊടുക്കണ്ടേ, ഈ കൈയാണോ കൊടുക്കുന്നത്? दोनों हाथ में माइक लगा है इसके लिए. शुक्ला हाँ, अनूप शुक्ला. ओ ऐसा मतलब शाहरुख खान. नहीं शाहरुख खान नहीं, ऐसा अनूप शुक्ला शाहरुख खान എന്ന് പറയുന്ന ഒരു ये सही है ना? हाँ, यहाँ पे സാരി മോഡും ഇങ്ങോട്ട് വാ. അത് നമ്മുടെ പുതിയൊരു മാടി അങ്ങനെ പറഞ്ഞാലൊന്നും വരില്ലല്ലേ. നീ ജസ്റ്റ് ऐसे ही दिखा रही थी. ओड़ा था सर पे. नाम കമല. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ കമല. ഇല്ലേ, കമലാക്ഷി. എന്തായാലും നമുക്ക് തുടങ്ങാം. താങ്ക് യു. ചലോ, അപ്പൊ നമുക്ക് ഇന്ന് കാണിക്കാൻ പോണത് എന്താണ്? നമ്മളിന്ന് ചുരിദാറിന്റെ മെറ്റീരിയൽ നമുക്ക് കാണാം. നല്ല സൂപ്പർ ചുരിദാറിന്റെ മെറ്റീരിയലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാം കേരള ടേസ്റ്റ് ആണ്. കണ്ടിട്ട് എന്തോ തോന്നുന്നു? ഒന്നിങ്ങനെ ഓടിപ്പിച്ച് കാണാം നമുക്ക്. ജസ്റ്റ് ഇത് ഒരു സാമ്പിൾ പർപ്പസിന് മാത്രം വെച്ചതാണ്. ഒരുപാടുണ്ട്, ഇനിയുണ്ട്. ഞാൻ ആ റാക്കിന്ന് ഓരോന്നോരോന്ന് എടുത്തു തരാം. ഇനിയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇനിയും അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, എത്രയാ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരാം? സ്റ്റാർട്ടിംഗ് റേറ്റ് 75 rupees. 75 rupee തൊട്ട് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഓക്കെ, ഓരോന്നും തുടങ്ങാം നമുക്ക്. 75 में कट कम आता है 2 मीटर. കറക്റ്റ് പറഞ്ഞിട്ടാണ് തരുന്നത്. അതിന് വേണ്ടിട്ട് ഒരു നല്ലൊരു താങ്ക് യു. 195 നോർമൽ കട്ട് എത്ര വരും? നോർമൽ കട്ട് 2.5 195 से स्टार्टिंग. ഓക്കെ, 2.5 വേണമെങ്കിൽ നമുക്ക് 195 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അല്ലാത്തത് കട്ട് കുറവായിരിക്കും. പക്ഷെ അത് 75 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അഭി ഏക്കർക്ക് നിക്കാലോ. അജ്ര കോട്ടൺ നല്ല കേരളത്തിലോട്ട് പോകുന്ന ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് ഇത്. അജ്ര കോട്ടൺ എന്ന് പറയുന്നത്. അജ്രക്കിന്റെ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. കോട്ടണിൽ അതുപോലെ തന്നെ ദുപ്പട്ട ഇതിന്റെ കൂടെ. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഓക്കെ, ഇത് ദുപ്പട്ട. ദുപ്പട്ട അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോ 4 കളറാണ് വരുന്നത്. ഇത് 4 കളറാണ് കേട്ടോ. അപ്പൊ 4 ഷെയ്ഡ് ഉണ്ടെങ്കിൽ 4 ഷെയ്ഡ് അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ വേറെ കൊണ്ടല്ല, ഈ 4 ഷെയ്ഡും പർച്ചേസ് ചെയ്തെങ്കിൽ ആൾക്കാർക്ക് പല ഓരോരുത്തർക്ക് ഈ കളർ ഇഷ്ടപ്പെടത്തില്ല, വേറെ കളറായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ 4 കളർ കൊണ്ടുപോകുന്നവർക്ക് അവർക്ക് പ്രയോജനമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് അജ്രക് ഷെയ്ഡിലുള്ളതാണ്. നല്ലൊരു കോട്ടൺ, സൂപ്പർ കോട്ടൺ ഒരു ആണ് നമ്മൾ കാണാൻ പറ്റിയത്. ഇനി അടുത്തത് അതിന്റെ വേറെയാണോ ഇത്? दूसरा है क्या इसका? इसमें बहुत सारे वैरायटी आते हैं. अजरक कॉटन, कैमरिक कॉटन, जाम कॉटन, हर सारे फैब्रिक में आपको मिल जाएगा इसमें. ओके, ഇത് സാഗനേര പ്രിന്റ് ആണ് കേട്ടോ. ഇത് വരുന്നത് അതും കോട്ടണിലാണ്. ഇത് വരുന്നത് അതിന്റെ ദുപ്പട്ട.
അതിന്റെ ദുപ്പട്ടയാണ് ഇത്. ദുപ്പട്ട ദുപ്പട്ട ആൾക്കാർക്ക് ചോദിക്കും എക്ബാർ 2.5 മീറ്റർ ഉണ്ടോ 2.5 മീറ്റർ ഉണ്ടോ, അത് നമുക്ക് വേണമെങ്കിൽ അളന്ന് വരെ കാണിക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് ഈ കിतना മീറ്റർ ये 2 मीटर ഇത് 2.5 2.5 मीटर അപ്പൊ 2 അല്ല 2.5 പറയണ്ടേ 2.5 मीटर कैसे नापेगा एक बार वो मेरे को दिखा दो, वो मेरे को दिखा छोड़ो आप छोड़ दो प्रिंस भाई मैं नाप के എങ്ങനെയാ അളക്കാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. എങ്ങനെയാ അളക്കാന്നാണ് ഇത് കാണിക്കുന്നത്. 1 മീറ്റർ. ആ ഇത് 1 മീറ്റർ. तो 1 मीटर इधर അപ്പൊ 2 meter. ആ इधर एंड ഇത് ബാക്കി ബാലൻസ്. ബാലൻസ് ഓക്കെ അങ്ങനെ 2.5 മീറ്റർ. 2.5 മീറ്റർ കറക്റ്റ് ആയിട്ട് 2.5 മീറ്റർ ആണ് നമ്മൾ ഇവിടെ എല്ലായിടത്തിലും കൊടുക്കുന്നത്. ഇനി 2.75 മീറ്ററിന്റെ ഞാൻ ഇന്നത്തെ കണ്ടിട്ടുണ്ട്. ഓ 25 സെന്റിമീറ്റർ കൂടെ എക്സ്ട്രാ ഉള്ള ദുപ്പട്ടയും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് മുമ്പിലോട്ട് കാണാം. इधर कैमरिक कॉटन प्योर कैमरिक कॉटन പ്യുവർ കാംബ്രിക്കില് ഇതിന്റെ പ്രിന്റ് ഒക്കെ ഇങ്ങനെ വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടൂല അല്ലെ? തീർച്ചയായിട്ടും ഇതിന്റെ പ്രിന്റും വേറെ വേറെ പ്രിന്റിലുള്ള സാധനങ്ങൾ നമുക്ക് प्रिंट तो आपको 50 प्लस प्रिंट मिल जाएगा 50-ൽ പരം പ്രിന്റ് ഇതിനകത്തിലുണ്ട്. ഓക്കെ കാംബ്രിക് കോട്ടൺ കാംബ്രിക് കോട്ടൺ. इधर दुपट्टा ദുപ്പട്ട വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ നോർമൽ കോട്ടണിലാണോ അതല്ലാണ്ട് പാർട്ടി വെയർ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്? പാർട്ടി വെയർ पार्टी वेयर नॉर्मल बहुत अवेलेबल ആ ഇത് നോർമൽ ആയിട്ടുള്ള ഓഫീസ് ടൈപ്പ് കളക്ഷൻസ് ആണ് നമ്മളിപ്പോ കാണിക്കുന്നത്. ഇനി പാർട്ടി വെയർ एक बार दिखा दो. ये भी अजरक का ही ऐसा ये अजरक में ही है ആ ഹാ इधर അജറക്കില് top, ബ്ലാക്ക് इधर കോമ്പിനേഷൻ. दुपट्टा ആ ഇത് പാന്റ് വരുന്നത് കേട്ടോ, കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല അതിന്റെ തന്നെ ദുപ്പട്ട. ഇത് തുണി നല്ലതാ കേട്ടോ പിടിക്കുമ്പോ. അപ്പൊ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് തുണി നല്ലതാണെങ്കിൽ റേറ്റും കൂടും. ആ ഓക്കെ. അപ്പൊ അതൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ തുണിയിലനുസരിച്ചിട്ടാണ് റേറ്റ്. നോർമൽ തുണിക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ഉണ്ടാവുള്ളൂ. ഇത് കോട്ടണിൽ വരുന്നത് കേട്ടോ. അതെ. ഇതാ ഇത് ദുപ്പട്ട. ദുപ്പട്ടയിൽ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. മൽമൽ കോട്ടൺ मलमल മൽമൽ കോട്ടൺ. മൽമൽ കോട്ടന്റെ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയർ കളക്ഷൻസ് ആയി. അതുപോലെ തന്നെ ഇനി പാർട്ടി വെയർ കളക്ഷൻസ് തുടങ്ങാൻ പോകണം. ഇത് കുറച്ചുകൂടി കൂടിയ ടൈപ്പ്, കുറച്ചുകൂടി थोड़ा ज्यादा रेट वाला. मतलब पहले जो दिखाया था रेट आपको 500 के अब ये सब 500 के अब ഇതൊക്കെ 500ന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് इधर ആണ് കാണിക്കുന്നത്. 550 अब पूरा അത്രേ ഉള്ളൂ. അത് കൂടുതലില്ല. ഓക്കെ 500ന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. इधर पैंट इधर दुपट्टा दुपट्टा लिनन का है शायद. मल कॉटन मल कॉटन ही है. ओके लिनन जैसा लग रहा है. नहीं मल कॉटन മൽ കോട്ടൺ. ഓക്കെ മൽ കോട്ടണില് അത് ലെങ്ത് വിടുത്തൊക്കെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ റേറ്റും ഇത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് വിളിച്ച് ചോദിക്കാം സമയം എത്ര മണി തൊട്ട് എത്ര മണി. നിസ്സാരമായ റേറ്റേ ഉള്ളൂ. അതെ നിസ്സാരമായ റേറ്റ്. പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിൽ ആണ്ട് നമുക്ക് എല്ലാത്തിനും റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പറ്റില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചില സാരിയുടെ റേറ്റ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതെ അതെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ട്? അത് നന്നായിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അത് വെൽവെറ്റ് ടച്ച് ആണ് ഇതിൽ കൊടുത്തത്. വെൽവെറ്റ് का टच आ रहा है ना इसमें. वेलवेट का टच है हाँ वेलवेट लेसिന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. सूरत के हिसाब से ये ऊन वर्क बोलते हैं ऊनी वर्क ഊണി വർക്ക്. ऊनी वर्क ആ സൂറത്തിൽ ഊണി വർക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. കേവല ഊണി വർക്ക്. ऊनी वर्क ഒരു കാര്യം ഒരു വേർഡ് കിട്ടി. इधर दुपट्टा ഊൺ का वर्क बोलते हैं ना. ऊन का ഓ ഉൾക്ക ऊन ऊन ഊൺ. എന്തായാലും ആവട്ടെ. എന്തായാലും ഇത് വർക്ക് നല്ലതാ. നല്ല ഇതിന്റെ സൈഡിലും അതെ ഊൺ വർക്ക് കൊള്ളാം. അതെ ഊണ് വർക്ക് കൊള്ളാം. ഉച്ചയ്ക്ക് ഊണും കഴിച്ചു. इधर ऑर्गेंजा फैब्रिक पे मिरर वर्क ഓർഗൻസില് ഒറിജിനൽ മിററിന്റെ ഇതിന്റെ സൈഡിൽ കണ്ടോ? ഇതാ അടിയിലൊക്കെ കണ 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 ടെൻഡടേ. കേട്ടോ? അത് ഓർഗൻസിലാണ് കേട്ടോ. ഫുൾ മിററിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതെ. इधर दुपट्टा ആ सेम फैब्रिक സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് സെയിം ഫാബ്രിക്കിലാണ് ദുപ്പട്ട. ഓർഗൻസ. എനിക്ക് ഗ്ലാസ് വർക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ? ग्लास वर्क ഗ്ലാസ് വർക്കാണ്. ഫുള്ള് ഗ്ലാസ് വർക്ക് ഉള്ള സംഭവമാണ് ഈ കാണിക്കുന്നത്. കാണിക്കുന്നത്. അപ്പൊ ഗ്ലാസ് വർക്കും അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇതിനും കളർ ഓപ്ഷൻ മിൽ ജായക ना. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് പേൾ വർക്ക്. അപ്പേൾ വർക്ക്. चिकन करी जैसा लगता है. चिकन करी ചിക്കൻ കറി. चिकन करी इधर चिकन करी चिकन करी ചിക്കൻ ട്രാൻസ്പെറൻറ്റ് കറി അതിന്റെ സീക്വൻസ്. അകത്തൊരു വേറെ സീക്വൻസിന്റെ വർക്കുണ്ട്. ഇത് hand work. പേൾ വർക്കും ഉണ്ട്. പേൾ വർക്ക്. അത് ഹാൻഡ് വർക്കാണ്. ഇനി ഇത് പറയുകയാണെങ്കിൽ मिरर वर्क दुपट्टा മിറർ വർക്ക് കോൺസാ ദുപ്പട്ട कराची प्रिंट कराची प्रिंट. कराची प्रिंट. ये इसका दुपट्टा आने वाला है. हाँ दुपट्टा मतलब चिकन करी में कराची. कराची प्रिंट. ഓ ഇത് വേറെ കോമ്പിനേഷൻ ആണ്. ഇതാ ഫ്രഷ് ഇങ്ങനെ തുറന്ന് കാണിക്കണല്ലേ. തുറന്ന് കാണിക്കാം. अभी माल बन के ही है ऐसे ഓ അങ്ങനെ മാൽ ബൻകയാ പറയും മലയാളത്തില്. ആ ഇതിപ്പോ अभी വന്നതേ मिल ഉള്ളൂ. से जस्ट अभी है फ्रेश फ्रेश पीस. ഫ്രഷ് പീസ് ആണ്. അപ്പൊ ഇത് इसमें भी कलर्स कैसा मिलेगा?
4 colors. ഇതിനകത്ത് എല്ലാം 4 കളറാണ്. 4 കളർ 4 കളറാണ് എല്ലാത്തിലും. ഇതാണ് ഇതിന്റെ 4 കളറാണ് ഈ വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചാട്ടാ വരുന്നത് അല്ലേ? 4 കളർ താണ്ട ഇതും ഉണ്ട്. ഓ, ലൈറ്റ് വെയിറ്റ് എടുത്ത് കാണിക്കുന്ന ഓരോന്ന് ബാക്കിൽ ഒളിപ്പിച്ചിട്ട് കാര്യമല്ലേ? ഓ, അടിപൊളി കളേഴ്സ് ആട്ടോ ഈ കാണുന്നത്. മൊത്തം നല്ല നല്ല കളേഴ്സ് ആണ്. സൂപ്പറാണ് കാണാൻ നല്ല രസമുള്ളൊരു കളറാണ് ഇത്. ഇതെന്തായാലും നല്ല അടിപൊളിയാണ്. റേറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ച് ചോദിക്കുക. അതെ റേറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ച് കാണിക്കുന്നത്. ചോദിക്കുക. ഓക്കെ, एक बार ये दिखा दे यार, ब्लैक ब्यूटी. एक बार ये दिखा दे. നന്നായിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഫുൾ ഇങ്ങനെ തിളക്കം ഫുള്ള് തിളക്കവും പ്ലസ് അതിന്റെ ഷോളാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഷോളും. ഷോൾ കോൺട്രാസ്റ്റ് ആണ് അല്ലേ? Contrast. ഷോൾ കോൺട്രാസ്റ്റ് കേട്ടോ. ഇതില് അടിയിലൊക്കെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ടല്ലേ? കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇത് ഈ കോൺസെപ്റ്റ് മെറ്റീരിയൽ The Georgette. ഈ ജോർജറ്റ്. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത്. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ഓക്കെ, ഫോക്സ് ജോർജറ്റില് ബ്ലാക്ക് നല്ല രസമായിരിക്കും. അതിന് കോൺട്രാസ്റ്റ് ആ ഒരു ഫീലിംഗ് നല്ല രസമായിരിക്കും കാണാൻ തന്നെ. നല്ല രസമാണ്. അതെ. അപ്പൊ ഇതില് പാന്റ് വരുന്നതും കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും. Contrast pant. അതിനകത്ത് വിത്ത് ലൈനിങ് ആണ് ഇത്. ഓക്കെ, വിത്ത് ലൈനിങ് കിട്ടും ഇതിന്റെ കൂടെ. ലൈനിങ് ഉണ്ട്, അതിന്റെ അകത്ത് തന്നെ ലൈനിങ് ഉണ്ട്. വിത്ത് ലൈനിങ് ആണ് നമ്മൾ കാണിക്കുന്ന മുഴുവൻ. ഓക്കെ, ഇതിന്റെ പാന്റ് അതിന്റെ ഉള്ളിൽ ലൈനിങ് ഇതാണ്. ഓക്കെ, ലൈനിങ് അടക്കണ്ടെന്നല്ലേ? ഓക്കെ, തെളിവ് അടക്കണം തരുന്നത്. നമ്മളിത് കൂടുതൽ എന്താ പറയാ, ഇത് Rayon fabric. റയോണിലാണ്. റയോണില് ഫുൾ എനിക്ക് ഇതിന്റെ വർക്കാണ് ഇഷ്ടമായത്. ഈ വർക്കൊക്കെ നോക്കി ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്ക്, നോട്ട് വർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു പ്രിന്റോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാട്ടോ. അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇത് ദുപ്പട്ട. इधर दुपट्टा. ये लोकेशन कहाँ पे? सूरत. सूरत कहाँ पे? ലെജൻഡ് മാർക്കറ്റ്. ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ലെജൻഡ് മാർക്കറ്റ് അതില് സെക്കൻഡ് ഫ്ലോർ. ലെജൻഡ് മാർക്കറ്റിലെ സെക്കൻഡ് ഫ്ലോറില് കടയുടെ പേര് നേമാവാരി സിൽക്ക് മിൽസ്. അങ്ങനെ. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ എങ്ങനെയൊക്കെ വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിരിക്കുക, ആ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് വീഡിയോ ഏതെങ്കിലും വീഡിയോ കാണുക. അതെ, ഏതെങ്കിലും ഒരെണ്ണത്തില് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരെണ്ണല്ല കുറെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ കറക്റ്റ് വരേണ്ട ഡീറ്റെയിൽസ് ഒക്കെ. ഇത് ഹക്കൂബ പാറ്റേൺ. അക്കൂബ പാറ്റേൺ ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ടെസൽസ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതില് കല്ല് അതുപോലെ തന്നെ ലേസ് വർക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷിഫോണിന്റെ ദുപ്പട്ടയാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇനി വേറെ ഒന്നിന് കുറച്ചും കൂടെ ഞാൻ ഇവിടെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ചിക്കൻ കാരിയുടെ പാറ്റേൺ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചിക്കൻ കാരിയുടെ പാറ്റേൺ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിനെക്കാട്ടും നല്ല കുറച്ചും കൂടെ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയില് चिकन करी का योग में आने वाला है ना? चिकन कारी रेयन फैब्रिक. ये रेयन फैब्रिक है. ये चिकन करी का वर्क है ना? दुपट्टा में भी दुपट्टे में दुपट्टे पे भी चिकन कारी का वर्क आएगा. അതും ഡാർക്ക് കളറില് ലൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷൻ. ഇത് ഇങ്ങനെ ഇടുമ്പോഴാണ് അതിന്റെ ഒരു സൗന്ദര്യം അറിയുന്നത്. കണ്ടോ, ഇങ്ങനെ എല്ലാം ഇങ്ങനെ തയ്ച്ചിട്ട് വരാം. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ അൺസ്റ്റിച്ചഡ് ആണ്, അല്ലാത്ത റെഡിമെയ്ഡ് കളക്ഷൻ ഇവിടെ ഉണ്ടല്ല. റെഡിമെയ്ഡ് കളക്ഷന്റെ നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ നേരത്തെ കണ്ടായിരിക്കുമല്ലോ. കാണാത്തവർക്ക് വേണ്ടിട്ട് നമ്മുടെ നിയമവഴിയിൽ എന്തൊക്കെ അൺസ്റ്റിച്ചഡും ഉണ്ട്, റെഡിമെയ്ഡിന്റെ കളക്ഷൻസ് ഉണ്ട്, കോഡ് സെറ്റ് ഉണ്ട്, 3 പീസിന്റെ റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട്, പിന്നെന്തുവാ ബ്ലൗസ് ഉണ്ട്, ബ്ലൗസ് പീസ് ഉണ്ട്, സാരി ഉണ്ട്, പാവാടയുണ്ട്, എന്താ വേണമെങ്കിലും ലേഡീസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ കളക്ഷൻസ് ഒന്നും കുറവില്ല. ഈ ഫുൾ കാണുന്നത് മൊത്തം കളക്ഷൻസ്. ഇത് നല്ലൊരു കളക്ഷൻസ് ആണ്. ഇത് ये कौन सा है? ये रियन पे आएगा फॉइल प्रिंट ബാന്തിനി का കളക്ഷൻ. ബാന്തിനിയുടെ പ്രിന്റ് നോക്കണ്ട, ഇവിടെ പ്രിന്റുകൾ ഇങ്ങനെ പല പ്രിന്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ കോഡ് വർക്ക് കോഡിംഗ് വർക്ക് ऐसा कुछ बोलते हैं. കോഡിങ്ങും പിന്നെ സീക്വൻസ് വർക്കും. ഇങ്ങനെ ഈ കോഡിങ് ഇങ്ങനെ കാണിക്കുന്നതിനാണ് ഈ കോഡിങ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവർക്ക് അതിന്റെ ദുപ്പട്ട വരുമ്പോ റെഡ് നല്ല इसमें भी കളേഴ്സ് डार्क चार्ट ही आएगा ना? डार्क चार्ट ആണ് വരുന്നത്. പിന്നെ ഇത് നന്നായിട്ടുണ്ട്. ये वाला दिखाओ ना. ये പേസ്റ്റൽ കളറിൽ ഇങ്ങനെ ഫുൾ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ജർക്കൻ വർക്ക് അതില് ദുപ്പട്ട. യെസ്, അപ്പൊ ദുപ്പട്ട ഇത് നമുക്ക് ഞായറാഴ്ച ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ ഓപ്പൺ ആ. അതെ, ഓരോന്നോരോന്ന് ഇങ്ങനെ തപ്പി നമുക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഇതും നന്നായിട്ടുണ്ട്. ഈ മസ്ലിനേക്കാ
मसलिन क्लॉथ। हाँ ये वाला दिखाओ ना, बहुत मस्त लग रहा है. മസ്ലിന്റെ ഫാബ്രിക്കിൽ കേട്ടോ. അതിൽ ഫുൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തിന്റെ യോക്കാണ് അടിപൊളിയായിട്ട് തോന്നുന്നത്. हैंड वर्क भी नेक। ആ പിന്നെ ഇതിന്റെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ അപ്പൊ ആ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡിസൈൻ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ കളർ വരുന്നത് ദുപ്പട്ടയുടെ. ഇതേ ദുപ്പട്ട സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുള്ള ഒരു വർക്ക്. हाँ ये भी निकालो ना, ये भी मस्त लग रहा है. ये भी मसलिन पे ही है शायद. मसलिन क्लॉथ। ആ മസ്ലിൻ്റെ ഇതിന്റെ വർക്ക് നോക്കിയേ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു വർക്ക് അല്ലേ. ഇതിന്റെ ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഓരോരുത്തർക്ക് പറയാം ഇതിന്റെ ഫോട്ടോ ഉണ്ടോ അതുണ്ടോ, നമുക്ക് ഈ ഫോട്ടോ എല്ലായിടത്തിന്റെയും നമുക്ക് എടുത്ത് അയക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്തെടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പഷ്ടമായിട്ട് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഈ ഫാബ്രിക്കിന്. ഇപ്പം അനൂപ് തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന പോലെ നമുക്കത് വീഡിയോ കോൾ ചെയ്താൽ നമുക്കൊരു കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ അതന്നെയല്ലേ ഇപ്പൊ ഈ ഫോട്ടോ എടുത്ത് അയച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഈ സാധനമൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി, ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പൊ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്ത് ലൈവായിട്ട് അന്നേരം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നമ്മൾ തരാം, അതിനകത്ത് കുഴപ്പമില്ല. റിപ്പീറ്റ് കിട്ടും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ റിപ്പീറ്റ് അത് ചെയ്യിപ്പിക്കത്തുള്ളൂ. നമുക്ക് ഒരിക്കലും കൊണ്ടുവച്ചിട്ട് അത് സെയിൽ ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ട് സെയിൽ ആയില്ലെങ്കിൽ അതുകൊണ്ട് റിപ്പീറ്റ് വേണമെങ്കിൽ കിട്ടും. പക്ഷേ ഈ വീഡിയോ കോൾ ചെയ്തെടുക്കുന്നതായിരിക്കും, ലൈവ് എന്നേരം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് ആ സാധനം പോകുന്നുണ്ട്, റിപ്പീറ്റ് വേണം, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട്. ഇത് നമ്മുടെ സഹാറ ദർവാജയിലാണ്. സഹാറ ദർവാജയില് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ സഹാറ ദർവാജ വന്നിട്ട് എൻ്റെ നമ്പറുണ്ട്, അതിനകത്ത് വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളെ വന്ന് പിക്കപ്പ് ചെയ്യാം. നിങ്ങൾ എവിടെ ഏത് ലൊക്കേഷനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ വന്ന ലൊക്കേഷൻ അത് നമ്മളെല്ലാം എടുക്കുന്നത് ഏത് ലൊക്കേഷനിലാണെങ്കിൽ പിന്നെ ഹോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്യാം. ഹോട്ടൽ അറേഞ്ച്മെന്റ് നിങ്ങൾ എവിടെ നിൽക്കാന്ന് വെച്ചാൽ ആ ഹോട്ടലിൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയാക്കി തരാം. അതിനകത്തേക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഇനിയിപ്പം രാവിലെ എന്നെ ഇതിനിടയ്ക്ക് സംഭവിച്ചത് രാവിലെ 3 മണിക്ക് ഒരു കസ്റ്റമറെ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട്. പുലർച്ചെ ചില 3 മണി സമയത്തൊക്കെ 3 മണിക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് ആ ഒരു കസ്റ്റമറിനെ യാതേന സുബേ 3 ബജെ ജാക്കെ ലേക്കർ ആയതാണ്. അപ്പോൾ അവരെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് പിന്നീട് രാവിലെ 9 മണിക്ക് പോയി അവരെ ഞാൻ പിക്ക് ചെയ്ത് 10 മണിക്ക് പോയി അവരെ ഞാൻ പിക്ക് ചെയ്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് സാധനം എല്ലാം പർച്ചേസ് ചെയ്തു. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നമ്മളാവുന്നത് സേവനം ചെയ്യുക. പിന്നെ ഇതല്ലാത്ത നമുക്ക് കളക്ഷൻസ് കാണിക്കാനായിട്ട് ഇപ്പൊ ഇത് കളക്ഷൻസ് പോട്ടെ, ഇപ്പൊ നമ്മള് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് മലയാളീനെ തീർച്ചയായിട്ടും മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആരെയും എന്തും അങ്ങനെ നിങ്ങൾ എന്ത് ചോദിച്ചാലും നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. ഒരു കുഴപ്പമില്ല. എന്തെന്ന് വെച്ചാൽ തുണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ തരാം. നാളെ രാവിലെ വിളിച്ചിട്ട് എന്തും ചോദിച്ചാൽ ഒരു 10,000 രൂപ കൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. ഷാറുഖ് ഖാൻ അല്ല, അനൂപ് ശുക്ല. പേര് അനൂപ് ശുക്ല, നമ്മൾ ഷാറുഖ് ഖാൻ എന്ന് പറയണം, അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ ഇതൊക്കെയാണ്. तो एक बार आप हिंदी में बोलिए क्या क्या बोलने का आपको, तो उसके बाद बाय बोलते हैं. किस टाइप में फैब्रिक के बारे में नहीं, मतलब कितने बजे को आने है, क्या है, कभी संडे ओपन है? 10 बजे के बाद आ सकते हैं. हाँ 10 बजे के बाद से लेके 8 बजे तक, रात को 8 बजे तक. और संडे ओपन है? संडे ओपन. और लोकेशन के लिए मतलब सूरत रेलवे स्टेशन पे उतर सूरत में रेलवे स्टेशन से उतर के प्रिंस भाई को कॉल करिए, वहाँ से आपको पिक करके होटल दिलाएंगे, उसके बाद शॉप पे लाएंगे. आपको पूरा गाइड ही मिलेगा इनका, प्रिंस भाई का. ഓക്കെ ഇത് ഇത്രയും പറയിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഹിന്ദിയും മലയാളം രണ്ടും കൂടി മിക്സ് ആയിട്ടാണ്. കാരണം എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്, ഈ മലയാളികൾ മാത്രമല്ല നമ്മുടെ ചാനൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടുപേരെയും കൂടി അഡ്രസ് പറയുന്നത്. ജസ്റ്റ് ഓവറോൾ ഈ കുർത്തീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കും. നമുക്ക് ഇതാണ് നമ്മുടെ മൊത്തത്തിൽ എന്റെ കയ്യില് മൈക്ക് ആണോ. ഓവറോൾ ഇതാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ നോക്കിയാൽ അവിടെ എല്ലാം ഇത് ഫുള്ള് കാണുന്നത് മെറ്റീരിയൽസ് ആണ് അല്ലെ, മൊത്തം മെറ്റീരിയൽസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ ഇപ്പുറത്തോട്ട് നമ്മള് ഫുള്ള് കുർത്തിയുടെ സെക്ഷനിലോട്ടാണ് നമ്മൾ ഫുള്ള് കുർത്തി റെഡിമെയ്ഡ് സെക്ഷനിലോട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് വിട്ടുപോയൊരു സംഭവം ഉണ്ട് കാണിക്കാൻ, അതിനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നൈറ്റി എന്ന് പറയും. നൈറ്റി ഉണ്ട് നമുക്കിവിടെ, നൈറ്റിയുടെ കളക്ഷൻസും ഉണ്ട് ഇവിടെ. ഏതാണ് ഈ നൈറ്റിയുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ സംഭവങ്ങളാണ്. നമ്മൾ നൈറ്റിയുടെയും തുടങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ എന്നാൽ ഇതിനകത്ത് അങ്ങ് ചേർക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് 88 റുപ്പീസ്. സ്റ്റാർട്ടിംഗ് റേറ്റ് 88 റുപ്പീസ് ആണ് നൈറ്റിയുടെ. ഓക്കെ അപ്പൊ ഇത് ഫ്രീ സൈസ് ആയിരിക്കും അല്ലേ? ഇത് ഫ്രീ സൈസ് ആണ് ഓരോ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ നൈറ്റിയുടെ തുടങ്ങിയിട്ടുണ്ട്, നൈറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല.
ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും. അങ്ങനെ പറയരുത്. അല്ലല്ല, അതിന് മനസ്സിലായി. അങ്ങനല്ല, അതായത് ഈ വസ്ത്രങ്ങളെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓക്കെ അപ്പൊ ഓക്കെ. എന്തോ എടുത്താലും അവിടെ നെഗറ്റീവ് അടിക്കാനുണ്ടോ? അതല്ല, ഞാൻ മാത്രല്ല, അവിടെ നെഗറ്റീവ് ചിന്തിക്കുന്നവരും പോസിറ്റീവ് ചിന്തിക്കുന്നവരും രണ്ട് കൂട്ടരും അവിടെ ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇല്ലേ? കമന്റ് ആയിരിക്കും ഇതിനെക്കാട്ട് തമാശയുള്ള കമന്റുകളായിരിക്കും. സത്യം. അയ്യോ, കമന്റ് ആണ് സഹിക്കാൻ പറ്റാത്ത. എന്തായാലും അത്രയും ബുദ്ധിമുട്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ ആ തെറിയും കൂടി ഞാൻ കേൾക്കാം. അതന്നെ മൊത്തം കുർത്തിയുടെ സെക്ഷൻ ആണ് ഈ വരുന്നത്. കുർത്തി സെക്ഷൻ ഈ വരുന്നത്. ഇത് റെഡിമെയ്ഡിന്റെ സെക്ഷനാണ്. ഇത് റെഡിമെയ്ഡ് സെക്ഷൻ. ഇത് നമ്മുടെ സ്റ്റാഫുകളാണ് നിൽക്കുന്നത്. അവര് ഓൺലൈൻ ചെയ്തു. സ്വപ്നയാണ് ഈ നിൽക്കുന്നത്. സ്വപ്നേ ഒരു ഹായ് പറഞ്ഞോ? ഓക്കെ, അപ്പൊ നിർത്തല്ലേ നമുക്ക്? അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇത്രത്തേ ഉള്ളൂ. ഇന്നത്തേക്ക് നമുക്ക് ഇത്രത്തെ നിർത്താം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഹായ്. ഹായ് അല്ല, ബൈ 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 ബൈ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം.